ഹായ്, എസ് ബി ആരുള്ളതാണ്. ഒരു അല്പത്തലത്തിൻ്റെ ദൃശ്യം രാവിലെ നടക്കാൻ വന്നപ്പോൾ കണ്ടു. നിങ്ങളെ കൂടി കാണിച്ചു തരാം. രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നാലും ഏതിലായിരുന്നാലും നമ്മൾ ഈ അല്പത്തരങ്ങൾ കാണിക്കാൻ പാടില്ലല്ലോ. അതായത് എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ എന്നൊക്കെ പറയുന്ന പോലെ നോക്കി. വി.ഡി. സതീശൻ്റെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോട്ടോയാണ്. നോക്കൂ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ UDF കഴക്കൂട്ടം നിയോജക മണ്ഡലം കമ്മിറ്റി ഒരു മഹാന്റെ ഫോട്ടോയും കൂടി ഉണ്ട്. നോക്കിയേ, പുരുഷോത്തമൻ നായർ UDF ചെയർമാൻ കഴക്കൂട്ടം. അതായത് സ്വന്തം നിലയ്ക്ക് ഫ്ലെക്സ് കൊണ്ടുവന്ന് പാതയോരത്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ആലോചിക്കുന്നത്, നമ്മളിപ്പോൾ സ്വന്തം രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ പേരിൽ ഒരു ഫ്ലെക്സ് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എവിടെയെങ്കിലും CPMൻ്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പരിപാടിക്കിടയിൽ നിങ്ങൾ ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഞാനാണ് പാർട്ടി എന്ന രീതിയിലുള്ള ചില മനോഭാവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. ഈ പുരുഷോത്തമൻ നായർ UDF ചെയർമാൻ കഴക്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ UDF ചെയർമാൻ ആണോ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ? അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ കഴക്കൂട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ വ്യക്തിപരമായി ഞാനാണിത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നിടത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു അല്പത്തരമാണ്. അതായത് സതീശൻ ഒരുപക്ഷെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് സതീശൻ്റെ പുതുയുഗ യാത്രയോടൊപ്പം ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ പേരിൽ കാണിക്കുന്ന പ്രവർത്തനമാണ്. ഇപ്പോൾ പാർട്ടിയല്ല, വ്യക്തിയാണ്. അതാണ് ഇങ്ങനെ ഒരു ചിത്രം കൊണ്ട് വി.ഡി. സതീശൻ്റെയും നേതാക്കന്മാരെ. പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, KC വേണുഗോപാലിൻ്റെ പടം അങ്ങ് വിദഗ്ധമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, KC വേണുഗോപാൽ പക്ഷക്കാരനല്ല ഞാനെന്ന് ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് അദ്ദേഹം ചെന്നിത്തലയോടൊപ്പവുമുണ്ട്, ഒപ്പം നമ്മുടെ വി.ഡി. സതീശനോടൊപ്പം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തതാണ്. എന്തായാലും കാലഘട്ടത്തിലും ഇങ്ങനത്തെ നേതാക്കന്മാരാണ് കോൺഗ്രസിന്റെ ശാപം എന്ന് പറയുന്നത്. അതായത് UDF നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വെക്കുന്നതിന് UDF ചെയർമാന്റെ പടമാണോ വേണ്ടത്? അല്ലല്ലോ. ആരുടെയും പടം വെക്കേണ്ട കാര്യമില്ല. പാർട്ടിയുടെ ഒരു പരിപാടിക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തി കേന്ദ്രീകൃതം, അവനവന്റെ പേരിൽ എനിക്ക് പൈസ ഉണ്ട്. ഇദ്ദേഹം ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിന്റെ പ്രസിഡന്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഇദ്ദേഹമാണ് ഇവിടുത്തെ സീറ്റ് വിഭജനത്തിലൊക്കെ ഇപ്പം കോൺഗ്രസിന്റെ പഴയ പല സീറ്റുകളും വിഭജിച്ചു കൊടുത്ത ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ചെമ്പഴന്തിയിലുള്ള 2 പേർ ചേർന്നിട്ടാണെന്നുള്ള ആക്ഷേപം കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാക്കന്മാർക്കിടയിൽ, കഴക്കൂട്ടത്തെ നേതാക്കന്മാർക്കിടയിൽ തന്നെ ഉണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് കൂടി കാണുന്നത്. ആ ഫ്ലെക്സ് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു യാത്രയ്ക്ക് അനുമോദനം അർപ്പിച്ചുകൊണ്ട് സ്വന്തം ഫോട്ടോ കൂടി അതിൻ്റെ ഇടയിൽ തിരികെ കയറ്റുമ്പോൾ എന്താണ് അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് തകർന്നു പോകുന്നു പറഞ്ഞാൽ, ഇതുപോലുള്ള ഏകപക്ഷീയമായിട്ട് പാർട്ടിയേക്കാൾ വലുതാണ് ഞാൻ, അല്ലെങ്കിൽ ഞാനാണ് പാർട്ടി എന്ന ചിന്താഗതിയാണ് ഈ അല്പത്തരത്തിലൊക്കെ പിന്നിലെന്ന് പറയേണ്ടി വരികയാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, ഇതൊക്കെ ഇനിയെങ്കിലൊക്കെ നിർത്തിക്കൂടെ, മോശമാണെന്ന് മാത്രം ഉപദേശിക്കും.